ഹലോ ഗൈസ്, നമ്മളിപ്പോൾ കളിക്കാൻ പോകുന്നത് ഈ ഫുട്ബോളാണ്. നമുക്ക് അറിയാലോ, നമ്മൾ ഈ കേരളത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്പോർട്സാണ് ഫുട്ബോൾ. നമുക്ക് 2022 വേൾഡ് കപ്പ് തുടങ്ങിയപ്പോഴാണ് ഞാൻ ഫുട്ബോൾ ഫാനാവാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഇതൊന്ന് കളിക്കാൻ ഓർത്ത് ഞാൻ ഇടാനോർത്ത്. അപ്പോൾ ഞാൻ ഇത് കളിക്കാൻ തുടങ്ങി ഗൈസ്. ഇത് ഞാൻ നേരത്തെ കളിച്ചതുണ്ട്, പക്ഷെ നിങ്ങൾക്കും കൂടി ഒന്ന് ഈ വീഡിയോയിൽ ഇത് കാണിക്കാൻ ഓർത്താണ് ഞാൻ ഇത് അപ്ലോഡ് ആക്കാൻ ഓർത്തത്. അപ്പോൾ നമുക്ക് ഈ ഫുട്ബോൾ കളിക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതാ ഒരു ചെറിയ മാച്ച് പോലെ കാണിച്ചിട്ടുണ്ട്. കുറേ ബ്ലേസിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഒരു ഡിഫൻഡർ ടാക്കിളാക്കിയിട്ടുണ്ട്. അയ്യോ, ഇത് ഓഫായി പോയി. ഇല്ല, ഓഫായി പോയിട്ടില്ല, സേഫാണ്. ഇതേ ഒരു പ്ലെയർ സേഫാക്കി. ഇതേ നെയ്മർ അടിച്ച്. പക്ഷേ പെനാൽറ്റി ഷൂട്ട് ഔട്ടാ. നമ്മുടെ അർജൻറ്റീന പ്ലെയറായ മെസ്സിയാണ് അടിക്കാൻ പോകുന്നത്. ഗോളാവോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. നമുക്ക് അടിച്ചു നോക്കാം. എവിടെ അടിക്കാമെന്നൊക്കെ ഇത് കാണിച്ചു തരും കേട്ടോ ഗൈസ്. ടേക്ക് എ ഷോട്ട് ആൻഡ് സ്കോർ ആൻഡ് ഗോൾ. നമ്മൾ സെൻറ്ററിലാണ് അടിക്കാൻ പോണേ. യെസ്. അങ്ങനെ നമ്മൾ ഇതിൽ ജയിച്ചിരിക്കുന്നു. കുറേ പ്ലേയേഴ്സ് മെസ്സിനെ ഇത് സെലിബ്രേഷൻ പോലെ ചെയ്യുന്നതാണ്. ഇതേ മെസ്സി കപ്പ് പൊക്കി ഗൈസ്, ഈ ഫുട്ബോളിൻ്റെ കപ്പ്. ഗൈസ്, ഇത് ഇൻട്രോഡക്ഷൻ പോലെ ആയിട്ടാണ് ഈ മാച്ച് പോലെ കാണിച്ചേക്കണത്. അപ്പോൾ വെൽക്കം ടു ഈ ഫുട്ബോൾ. നമുക്ക് AC മിലാൻ എടുക്കണ്ട, നമുക്ക് റിയൽ മാഡ്രിഡ് എടുത്താൽ മതി. യൂറോപ്പാണ് എടുത്തേക്കണം. നമുക്ക് സ്പാനിഷ് ലീഗ് എടുക്കാം. ഇതിൽ ബാർസലോണ, മാഡ്രിഡ് ചമാർട്ടിൻ. ശരിക്കും ചമാർട്ടിൻ അല്ലാത്ത, ശരിക്കും ഒഫീഷ്യലായിട്ടുള്ള ക്ലബ്ബ് റിയൽ മാഡ്രിഡാണ്. ഇതിൽ ചമാർട്ടിനെ കാണിച്ചേക്കണം. അപ്പോൾ നമുക്കിനി ഇത് പേര് മാറ്റി കൊടുക്കാം, RMA. പിന്നെ ചമാർട്ടി മാറ്റിയിട്ട് റിയൽ മാഡ്രിഡ് CF ക്ലബ്ബ് ഫുട്ബോളാണ് കേട്ടോ. അതിൻ്റെ ഷോർട്ട് ഫോമാണ്. അപ്പോൾ നമുക്ക് റിയൽ മാഡ്രിഡിനെ എടുക്കാം കേട്ടോ. CF വന്ന് നേരത്തെ. അപ്പോൾ നമുക്ക് ഇത് കൺഫേംഡ് ആയിട്ടുണ്ട്. നമുക്കൊരു ന്യൂ ബാഡ്ജ് വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമുക്കിങ്ങനെ കുറേ ഇത് ഗിഫ്റ്റ് കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് എന്തൊക്കെയാണ്? സ്പെഷ്യൽ പ്ലെയർ ലിസ്റ്റ്. നമുക്ക് മെസ്സി കിട്ടാൻ പോണെയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇത് പാക്ക് ഓപ്പൺ ആക്കിയിട്ടാ നോക്കാം. ഷോർട്ട് ടൈമാണ് എന്താണ് പോലെ അറിയില്ല. നമുക്ക് മെസ്സിനെ കിട്ടും. അയ്യോ, മെസ്സി അല്ലാട്ടാ, വേറെ പ്ലെയറാ. ഡൊനാറുമ PSG ഫുട്ബോളിലെ ഗോൾ കീപ്പറാണ് ഗൈസ്. ഡൊനാറുമ കിട്ടിയിട്ടുണ്ട്. ഇതേ വന്നടാ നമ്മുടെ റൊസാരിയോ പ്ലെയർ മെസ്സി. അപ്പോൾ മെസ്സിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സോണിനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സ്റ്റെപ്പ് 3 നമുക്ക് ഗെയിം പ്ലാനിൽ പോവാം. മൈ ടീം എടുത്തത് ഗെയിം പ്ലാൻ, അതെടുക്കാം കേട്ടോ. ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കുറച്ച് സ്പീഡപ്പ് ആക്കി വെക്കാം. ഇത് കുറേ നേരം എടുക്കാനുണ്ട്. ഇത് പ്ലെയേഴ്സ് മാറ്റി വെക്കാൻ. അപ്പോൾ ഞാൻ സ്പീഡപ്പ് ആക്കി വെക്കട്ടെ. അപ്പോൾ ഗൈസ്, ഞാൻ സ്പീഡപ്പ് ആക്കിയിട്ടില്ല. ടീം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അക്കാഡമിയിൽ പോയിട്ട് സ്പീഡപ്പ് ചെയ്യാം ഗൈസ്. നമുക്ക് വിർച്വൽ ബാഡ് മതി. അപ്പോൾ നമുക്ക് ഇത് കാണിച്ചു തരും എന്താണ് അതൊക്കെ. ഇത് കിട്ടും. അത് തച്ചാൽ അത് എന്താണ് നമ്മുടെ കൈ കൊണ്ട് എന്തൊക്കെയോ ചെയ്യണം. അപ്പോൾ ഞാൻ വിർച്വൽ ബാഡാണ് ആദ്യം തന്നെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ
എനിക്ക് കളിക്കാറുണ്ട് ഡിലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ എടുത്ത് വിർച്വൽ ബാഡ് എടുത്ത് നമ്മൾ ട്രെയിനിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നേരത്തെ കൂടി ഉണ്ട്. നമുക്ക് ആ പ്ലെയറിനെ പാസ് കൊടുത്തിട്ട് നമുക്ക് വീട്ടിലേക്ക് അപ്പോൾ നമ്മൾ പാസ് കൊടുത്തിട്ടുണ്ട്. പ്രഷർ വെച്ചാൽ മതി. ബോള് കിട്ടും ഗൈസ്. അയ്യോ പോയി ഗൈസ്. പോയി കളിക്കാൻ ബോള് ഉള്ളു. നമ്മൾ കച്ചറ പ്ലെയർ ആയിട്ട് അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ഇത് നമുക്ക് ഡിഫെൻഡ് ആക്കണം. പോയി. ഇത് കുറച്ച് പാടാണ് കേട്ടോ ഈ റൗണ്ടിൽ ബോൾ എടുക്കാൻ. കിട്ടി. അങ്ങനെ നമുക്ക് പോക്കറ്റ് ഗാമാവിങ്ക കിട്ടിയതാ. അപ്പോൾ അലക്സാണ്ടർ ആർണോൾഡിനെ കിട്ടി ഗൈസ്. പിന്നെ കംപ്ലീറ്റ് സ്റ്റെപ്പ് അപ്പ് ലൈൻ ചലഞ്ച്. ഇതിൽ എന്താ മോനെ ഹാരി കെയ്നും കമ്മാവിങ്ക. നമ്മ ഇത് എക്സ് പോലത്തെ ടൈപ്പാണ്. അത് കംപ്ലീറ്റ് ആയാൽ മതി. അപ്പോൾ നമുക്ക് കമാവിങ്കനെ കിട്ടി. ഇനി ഹാരി കെയ്നെ എടുത്താൽ മതി. ഹാരി കെയ്ൻ കിട്ടി. ഹാരി കെയ്ൻ നമ്മുടെ ടീമിലാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോവാം. അതിൽ ഗ്വാർഡിയോള എന്നുള്ളൊരു പ്ലെയർ ഉണ്ട്. മെസ്സിയുടെ ഇതാണ് തിരങ്ക. ഇന്ത്യ ആണോന്ന് അറിയില്ല കേട്ടോ. നമുക്ക് ഇപ്പം എന്താണ് കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൽ. കുറേ പൈസയല്ലോ. നമുക്ക് നമുക്ക് അത് മാറ്റിയിട്ടേ നമുക്ക് ഇപ്പം ഇത് നോക്കാം. സമ്മാനങ്ങൾ ട്രെൻഡിന് കിട്ടി. ഹാരി കെയ്നെ കിട്ടിയായിരുന്നു. ഹാരി കെയ്നെ കിട്ടിയോ ഇല്ലയോന്ന് അറിയില്ല. നമുക്കിത് നോക്കാം ഏതൊക്കെ പ്ലെയർ ഉള്ളതിൽ. സലാഹ് ഉണ്ട്, ഇസാക്ക് ഉണ്ട്, പിന്നെ സലിബ. നമുക്ക് ഏത് പ്ലെയറെ കിട്ടാനാണെന്ന് അറിയില്ല. 86 CMF ആർസണൽ റൈസ് ആയിക്കഴിഞ്ഞു. തോന്നി ഗൈസ്. നമുക്ക് ആദ്യമേ അറിയായിരുന്നു റൈസേ കിട്ടുള്ളൂ എന്നുള്ള ഇത്. അപ്പോൾ നമുക്ക് റൈസിനെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ആദ്യം വേണ്ടത് മുഹമ്മദ് സലാഹിനേനു. അതാണ് എനിക്ക് വേണ്ടത്. നമ്മുടെ ഇന്ത്യ പ്ലെയറെ നോക്കാത്ത സുനിൽ ഛേത്രി എന്താ നോക്കട്ടെ. 73 OVR ലിസ്റ്റൻ കൊളാസോ. മോഹൻ ബഗാനിലെ നല്ല യങ്ങസ്റ്റ് പ്ലെയറാണ്. അപ്പോൾ ഇനി നമുക്ക് കോർണർ ലെജൻഡ് അത് നമുക്ക് മറ്റേ ഇതുണ്ട്. അയ്യോ മറന്നുപോയി സാധനം നിൽക്കാം. ഇതന്നെ. ഈ സാധനത്തിൻ്റെ പേര് മറന്നു പോയിട്ടാ ഗൈസ്. ഇത് എല്ലാ ഡെയിലി ആയിട്ട് കളിക്കേണ്ട സാധനമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ആരെയാ കിട്ടുന്നത്. ഏത് ഡയറക്ഷനിലറിയാം. പെനാൽറ്റിയാണ്. ഈ എന്താണ് കുറച്ച് ഈ ഉണ്ടകൾ ഇതില്ലേ വഴികൾ മാപ്പ് പോലെ അതിൽ ഇങ്ങനെ പോയി പെനാൽറ്റി അടിച്ചടിച്ചേ എന്താണ് അവസാനം എത്തിയാൽ മതി. കിട്ടിയാൽ നമുക്ക് ഈഡൻ ഹസാർഡിന് കിട്ടും.
നമ്മുടെ പണ്ടത്തെ പ്ലെയറായിരുന്നു റയൽ മാഡ്രിഡിലെ. നമുക്കിപ്പോൾ സ്റ്റാർട്ടപ്പിൻ്റെ എന്തോ കിട്ടിയിട്ടോ, ലോഗിൻ ടു ദ ഗെയിം. പക്ഷേ ഈ ജിയുള്ള സാധനം എനിക്കിഷ്ടമല്ല. അത് വിട്, നമുക്കിപ്പോൾ ഇത് നോക്കാം. ഡെയിലി ഗെയിംസ് എടുത്തിട്ടുണ്ട്. ഇനി വല്ലതും എടുക്കാണ്ടോ? ഇനി നമുക്ക് ട്രെയിനിങ് പോകാം. സ്കില്ലപ്പിൽ ലേണിംഗ് ത്രൂ പാസ്. നമുക്കിത് കംപ്ലീറ്റ് ആക്കിയാൽ പൈസ കിട്ടും. 50 കോയിൻസ് കിട്ടുമേ. ഈ ലോഡാവനെയാണ് ഗൈസ്. സ്ലൈഡർ ലെഫ്റ്റ് സൈഡ് ഉണ്ടോ? നമുക്കൊരു പാസ് കൊടുക്കാം. പാസ് കൊടുത്താൽ പൊളി. പിടിച്ച്. എന്ത് കഷ്ടമാണ് ഗൈസ്. ഒരു ഗോൾ കീപ്പർ പിടിച്ചാൽ മതി. ഇപ്പോൾ ഗോൾ കീപ്പർ സേവ് ആ ബോൾ കുറച്ച് പൊങ്ങിയെങ്കിൽ പൊളിയായിട്ട് ഗോളടിക്കാം. പിടിച്ച്. എന്താ പൊന്നോ. വാച്ച് ഫോർ പ്ലേ മേക്കിംഗ് ഫോർവേഡ് റൺസ് ആൻഡ് സെൻഡ് ദം ത്രൂ ബോൾ. എ സക്സസ്ഫുൾ ത്രൂ പാസ് ടു ആൻഡ്. നമുക്ക് കുറച്ച് സ്ലോ ആയിട്ട് അടിക്കാനിട്ട് ഷൂട്ട്. പൊളി. ഇപ്പം എങ്കിലും കംപ്ലീറ്റ് ആയി. അയ്യോ, കഴിഞ്ഞില്ല ഗൈസ്. ഇത് ചിലപ്പോൾ മിസ്സാവും. പിടിച്ച്. കുഴപ്പമില്ല, നമുക്ക് എടുക്കാം. പൊളി. എടുക്ക്. ഒന്നും കൂടി തുടങ്ങിയിട്ടുണ്ട്. പാസ് നല്ല. നമുക്കൊന്ന് ഗോൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചലഞ്ച് കംപ്ലീറ്റ് ആക്കാം ഗൈസ്. ജസ്റ്റ് അപ്പം അത് കുറച്ച് ഫോർവേഡായിട്ട് പോയെങ്കിൽ ബോൾ കിട്ടും. കുറച്ച് ത്രൂ. പൊളി. ഗോളടി. ഇത്രേ ഉള്ളു ഗൈസ്. അങ്ങനെ കഷ്ടപ്പാടോളം നമ്മൾ ഈ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി അടുത്തത് ലേണിംഗ് ദ ലോഫ്റ്റഡ് പാസ്. ഇത് കുറച്ച് പൊക്കി കറക്റ്റ് ടാർഗറ്റ് ആയ പ്ലെയറിൻ്റെ അവിടെ പാസ് കൊടുക്കണം. അതാണ് ത്രൂ പാസില്ല, അതുപോലെ ടൈപ്പാണ് ഗൈസ്. ലോഫ്റ്റഡ് പാസ് കുറച്ച് ഈസിയാണ്, പക്ഷേ പ്ലെയർ എടുത്താൽ മതി. ഇടയ്ക്ക് ലോഫ്റ്റഡ് പാസിൽ പ്ലെയേഴ്സിന് കിട്ടും, പക്ഷേ ബാക്കി എല്ലാത്തിലും പ്ലെയർ പിടിക്കും. ഇത് കാണിച്ചത് എൻ്റെ ടാർഗറ്റ്. അയ്യോ സോറി ഗൈസ്, ഞാൻ ത്രൂ പാസ് എടുത്ത്. ലോഫ്റ്റഡാണ് ഗൈസ്. നമ്മ അവിടെ ഉള്ള പ്ലെയേഴ്സ് ജസ്റ്റ് ഓപ്പോസിറ്റ് പ്ലെയർ പിടിച്ചില്ല. നേരത്തെ നോക്കാം. ഇതിൽ 2 പ്ലെയേഴ്സ് ഉണ്ട്. നമ്മ നേരത്തെ പോലെ അലമ്പായിട്ടുണ്ട്. ഇപ്പോൾ ഓക്കെ. ഇപ്പോൾ ലോഫ്റ്റഡ് പാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഉണ്ട്. ഇനി ബാക്കി 6 കൂടി ഉണ്ട് ഗൈസ്. നമുക്ക് കളിച്ച് തീർക്കാൻ പറ്റുന്നു. അത് തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് മാച്ച് കളിക്കണം. റിയൽ മാച്ച്. ടേക്ക് ഓൺ സ്കില്ലപ്പ്. കീ പൊസിഷൻ വിത്ത് ടീം ഫോർ 15 സെക്കൻഡ്. 15 സെക്കൻഡ് വരെ നമ്മൾ ബോൾ ഇരിക്കണം. ഓപ്പോസിറ്റ് ടീംസാർക്ക് ഒരിക്കലും കിട്ടാൻ പാടില്ല. അയ്യോ, ബോക്സിൻ്റെ പുറത്തിറങ്ങാൻ പാടില്ലാത്ത. അങ്ങനെ 15 സെക്കൻഡ് കഴിഞ്ഞേ. ഇനി അടുത്ത 5 കൂടി ഉള്ളൂ. സ്കോറിങ് ഫ്രം ക്രോസ്. ക്രോസ് ഈസിയാണ്. അത് ലോഫ്റ്റഡും ത്രോയും സെയിമാ ഗൈസ്. നമുക്ക് ക്രോസ് ചെയ്യുന്ന ചലഞ്ചാണ്. അപ്പോൾ എന്താണ്, നമുക്ക് ക്രോസ് ചെയ്യാം.
ഈ ബ്ലൂ ബോക്സിൻ്റെ അകത്ത് നമ്മൾ ലോഫ്റ്റ് അയ്യോ ലോഞ്ച് ക്രോസ് ലോഫ്റ്റ് അതിന് ഞാൻ എന്താ നേരത്തെ ഞെക്കി അത് ആയിട്ടുണ്ടാവില്ലായിരിക്കും. ഇനി അടുത്തതാണ് ടേക്ക് സ്കില്ലപ്പ് ലോഞ്ച് ക്രോസ്. ഓക്കെ പോളി ക്രോസ് ആണ് ഗൈസ്. അപ്പോൾ എന്താണ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി 8 9 ഇനി മൂന്ന് ചലഞ്ചുള്ളൂ ഗൈസ്. അപ്പോൾ ഇത് ലോഡാവണെയാണ്. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വന്ന് ഗൈസ്. അപ്പോൾ നമുക്ക് ടേക്ക് ഓൺ സ്കില്ലപ്പ് സ്കോർ വിത്ത് ടാർഗറ്റ് പ്ലെയർ ബ്ലൂ കാണിച്ചേക്കണം. ഗൈസ് ജസ്റ്റ് മിസ് അത് ഗോൾ ഡിഫൻഡർ പിടിക്കാതെ നന്നായി. ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ പാസ് കൊടുത്തു. ഇനി അടുത്ത വാൾ ഓഫ് സ്റ്റീൽ. ഓക്കെ നമുക്ക് നോക്കാം. ഇനി എത്ര ചലഞ്ച് ഉണ്ടാവും? നമുക്ക് കളിക്കാം. ഹോൾഡ് ദ മാച്ചപ്പ്. നോക്കാം ഗൈസ്. മാച്ചപ്പാണ്. എനിക്ക് ഇത് ബോൾ കിട്ടും. ഇനി അടുത്തതും കൂടി ഉണ്ട്. ഇതാ പാട്. ഇതാ ഏറ്റവും പാട്. നോക്കിക്കോ, കുറേ നേരം എടുക്കും ഗൈസ്. നോക്കിക്കോട്ടാ. കണ്ട കണ്ടീഷൻ ഓർ കംപ്ലീറ്റഡ്. ഞാൻ അടുത്തത് കൺസിഡർ ആവാൻ ചാൻസ് ഉണ്ട്. കണ്ട പറഞ്ഞില്ലേ കൺസിഡർ ഗോളാണ്. ഇനി അടുത്തതും കൺസിഡർ ആവും, അല്ലെങ്കിൽ പുറത്തു പോകും. കണ്ടീഷൻ നോട്ടാണ്. അതന്നെയാണ് നെക്കനാണ്. ഇതും പറഞ്ഞില്ല. ജസ്റ്റ് മിസ്. നമുക്ക് ഇത് തീർക്കാൻ പറ്റും ഗൈസ്. നോക്കിക്കോ. കുഴപ്പമില്ല ഇവര്. ഗോൾ കീപ്പെങ്കിലും പിടിച്ച് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ കംപ്ലീറ്റ് ഉണ്ട്. ഇനി 2 ചലഞ്ചല്ല, അതും കൂടി കഴിഞ്ഞാൽ നമ്മളിത് കഴിഞ്ഞിട്ടാ ഗൈസ് ഈ സ്കില്ലപ്പ്. ഇനി എത്ര കൂടി ഉണ്ട്? ഇത് ബോളെടുത്തിട്ട് നമ്മ ഗോളടിച്ചിട്ട് കളി നിർത്തിയാൽ മതി. 60 സെക്കൻഡിനുള്ളിൽ ഗോളടിക്കുക. അതാണ് നമ്മളെ ടാർഗറ്റ്. ഞാൻ പവർ ഷോട്ട് അടിച്ചാണ് ഗൈസ്. കുഴപ്പമില്ല. നമുക്ക് ഒന്നും കൂടി എടുക്കാം. സോളോ അടിച്ചാലോ? സോളോ ഗോള്. അപ്പോൾ സോളോ അടിക്കാൻ പറ്റൂല. ഞാൻ ഒന്ന് വെറുതെ ഹെഡ് അടിച്ച വെറുതെ. അയ്യോ 22 ഗൈസ്. പെട്ടെന്ന് അടിച്ച് കിട്ടിയാൽ മതി. പൊളി ജസ്റ്റ് മിസ്സാവും. ഇപ്പം അത് കിട്ടിയെങ്കിൽ ഷൂട്ട് അടിക്കാൻ. പക്ഷേ കുറേ പ്ലെയേഴ്സ് ഉണ്ട് ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ പാസ് കൊടുത്തത്. ഗോളായി ഗൈസ്. 41 സെക്കൻഡിനുള്ളിൽ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി. ഇനി ഒരു ചലഞ്ചും കൂടി ഉള്ളൂ. ഒരു ചലഞ്ചും അതും കൂടി ജയിച്ചാൽ നമുക്ക് 100 പൈസ കിട്ടും. കാരണം മറ്റേലും 50, ഇപ്പം ഈ റൗണ്ടിൽ 50. ബാർസലോണയും റയലും എൽ ക്ലാസിക്കോ. മെസ്സി ഇപ്പോൾ റയലും. പൊളി. അപ്പോൾ നമ്മുടെ കളി തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ടീം കാണിച്ചില്ല. നമുക്കിത് വിടാം. ഇത്
അപ്പോൾ കളി തുടങ്ങാറായി ഗൈസ്. അപ്പോൾ നമ്മളെ ടച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് 7 കൂടുതൽ ഗോൾ അടിക്കാം. പക്ഷെ ഫൗളാണ് ഗൈസ്. മെസ്സി എടുത്തപ്പോഴേക്കും ആരാണ് ബാൽഡെ പിടിച്ചാണ്. അലജാൻഡ്രോ ബാൽഡെ എന്നുള്ള. അപ്പോൾ ഫ്രീ കിക്കാണ് മെസ്സി അടിക്കാൻ പോകുന്നത്. നമുക്ക് ഫ്രീ കിക്ക് അടിക്കാം. ഗോളാവോ ഇല്ലയോ എന്ന് അറിയില്ല. നമുക്ക് അടിച്ച് നോക്കാം. അറിയാണ്ട് അത് സ്റ്റോപ്പായി പോയി. പിടിച്ച് കുഴപ്പമില്ല. കിട്ടും നമുക്ക്. പിടിച്ചേ. കിട്ടി. നമ്മളോ ത്രൂ പാസ്സാണ് കൊടുത്തത്. പിടിച്ചു. റൗജോ പിടിച്ചു. ഫെഡറിക്കോ വാൽവർഡെ ടോറസ്. നമ്മളെ പ്ലെയർ പിടിച്ച്. ഹ്യൂമിങ് സോണി ഇപ്പോൾ കൗണ്ടർ അറ്റാക്കിലാണ്. ലോഫ്റ്റർ പാസ് കൊടുക്കണോ? നമുക്ക് ടിക്കറ്റാക്കിയിട്ട് കളിക്കാം. അടി കളി പൊലി. അങ്ങനെ മെസ്സി ഗോളടിച്ചേ. കളി കഴിഞ്ഞോന്ന് സംശയമുണ്ട് കേട്ടോ. എല്ലാ ടീമേറ്റ്സും വന്ന് മെസ്സിനെ ഇതാക്കണേ. നമുക്ക് ഈ ഗോള് നോക്കാം. പൊളി കംബാക്ക്. കളി ഇത്ര പെട്ടെന്നാ? 50 പൊസിഷൻസ്. അപ്പോൾ നമുക്ക് 50 പൈസ കിട്ടിയിട്ടാ. അപ്പോൾ ടോട്ടൽ 100 ഗൈസ്. നമുക്ക് വല്ല പ്ലെയേഴ്സും എടുക്കാം. അപ്പോൾ സ്കില്ലപ്പ് പോയി നമുക്ക് 100 കിട്ടി ഗൈസ്. 100 കിട്ടി. ഇനി നമുക്ക് പുതിയ പ്ലെയേഴ്സ് എടുക്കാം. ബ്രസീലിയന് മാറ്റിയിട്ടേ നമുക്ക് വേൾഡ് വൈഡ് 28 ഓഗസ്റ്റ് 2025 അത് എടുക്കണോ വേണ്ടോന്ന് എനിക്ക് എന്തോ ടെൻഷൻ. നമുക്ക് ബാക്ക് അപ്പുറത്ത് പോയിട്ട് ഇതെടുക്കാൻ പറ്റുമോ നോക്കാം. ഇതിൽ നല്ല പ്ലേയേഴ്സാണോ നോക്കാം ഗായ്സ്. പൊട്ട പ്ലെയർ. നമുക്കിതെടുക്കണ്ട. വേറെ മറ്റേ ഇതെടുക്കാം. വേൾഡ് വൈഡ്. അതിലെന്തോരുണ്ട്. എംബാപ്പേൻ്റെ പെഡ്രിയുണ്ട്. ജിറൂദുണ്ട്. നമുക്ക് നോക്കാം ഗൈസ്. നമുക്ക് മറ്റേ ഹാക്ക് പോലെ എടുക്കാം. പൊലി ഗായ്സ്. എനിക്ക് എംബാപ്പനെ കിട്ടാൻ പറ്റും. എംബാപ്പയോ ഓഫ് ഗായ്സ് 93 CF സെൻറ്റർ ഫോർവേഡാണ്. നമ്മളെ മറ്റേ ഫ്രാൻസിലെ പ്ലെയർ ഒലിവർ ജിറൂഡ്. ഇയാൾ മറ്റേ ലൈനില്ലേ ലോസ് ആംഗിൾസ്. ഇപ്പം ഇല്ലോത്തായ. ഞാനിപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്ലെയർ ഇപ്പം അവരെന്തെന്നാ. ഇപ്പം ലോസ്ക അങ്ങനത്തെ ക്ലബിലൊക്കെ ഉണ്ട്. ഇനി നമുക്ക് വല്ല പ്ലെയറും നോക്കാട്ടോ. നമുക്ക് മറ്റേ 5 സ്റ്റാറിൻ്റെ പോയിൻ്റ് കിട്ടിയില്ലേ ഈ സാധനം. അത് നോമിനേറ്റ് പ്ലെയർ. നമുക്ക് മിലിറ്റൗനെ എടുക്കണോ റോഡ്രിഗോനെ എടുക്കണോ? അതാണ്. നമുക്ക് റോഡ്രിഗോനെ എടുക്കാം. അതാണ് നല്ലത്. അപ്പോൾ റോഡ്രിഗോ നമ്മുടെ DMF ആണ് ടീമിൽ. അപ്പോൾ നമുക്ക് റോഡ്രിഗോനെ കിട്ടി. റോഡ്രിനാണ്. പക്ഷെ ശരിക്കും വീഡിയോയിലും റീൽസിലും കാണുക റോഡ്രിഗോയാണ്. അപ്പോൾ നമുക്ക് പ്ലെയേഴ്സിനെ വെക്കാം. ഹാരി കെയ്നെ എന്ത് വെക്കുന്ന സംശയം. നമുക്ക് അർണോൾഡിനെ വെച്ച് ഇനി ജിറൂദിനെ ഇതിൽ വെക്കാം. ഹാരി കെയ്നെ നമുക്ക് സബ് വെക്കാം കേട്ടോ.
അപ്പോൾ റൈസ് നമ്മുടെ CMF ആണ്. അപ്പോൾ നമുക്ക് CMFൽ വെക്കാട്ടോ, വാൽവേർഡനെ മാറ്റിയിട്ട്. വാൽവേർഡനെ നമുക്ക് സബിൽ വെക്കാം, സബ്സ്റ്റിറ്റ്യൂട്ട്. ഇനി റോഡ്രി നമ്മുടെ DMF 23-21. ഓക്കെ ബോളി. 2321 കളക്റ്റീവ് സ്ട്രെങ്ത് ആണ് ഗൈസ്. ലിസ്റ്റൺ കൊളാസോനൊക്കെ അവിടെ വെക്കാം. ഹാരി കെയ്നും നമ്മുടെ സബ്ബാണ്. നമുക്ക് ഒരു ദിവസം ഒരു കളിയിൽ ഹാരി കെയ്നെ സൂപ്പർ സബ് വെക്കാം. ഓർസ്റ്റി ബലാൽ. ഓക്കെ, നല്ല നല്ല പ്ലേയേഴ്സ് വെക്കാം. അപ്പോൾ നമുക്കിത് കളക്റ്റീവ് സ്ട്രെങ്ത് കൂടും ഗൈസ്. ഇനി വാൽവേർഡേനെയും പിന്നെ കവാനിയെയും വെച്ചാൽ മതി. കവാനിനെ വെക്കാം. അപ്പോൾ നമ്മുടെ ടീം ഇങ്ങനെയാണ്. അപ്പോൾ ഇനി നമുക്കൊരു മാച്ച് കളിക്കാം കേട്ടോ. സ്ട്രിപ്സ് മാനേജർ കപ്പാസിറ്റി കുറേ ഉണ്ട് കേട്ടോ. ഷോപ്പിൽ വല്ലതും ഉണ്ടോ നോക്കട്ടെ. ശരി, നമ്മൾ ഇതാ മറ്റേ നോക്കി ബെല്ല് പോലത്തെ. അപ്പോൾ നമുക്ക് ഒരു മാച്ച് കളിക്കാം. ഈ ഇവൻറ്റിൽ PFA അവാർഡ് 2025 മാച്ചാണ്. PFAയുടെ റിവാർഡ് ഉണ്ടായിക്കൊന്ന് നോക്കാം. 1000 ആണ്. നമുക്ക് ഇംഗ്ലീഷ് കളിക്കാം കേട്ടോ. നമുക്ക് ഇംഗ്ലീഷിൽ ക്ലബ്സ് കളിക്കാം. 30,000 ഇത് G പോലത്തെ. അപ്പോൾ എൻ്റെ അക്കൗണ്ട് അപ്പൂസ് ഒരു ഡാഷ് പിന്നെ 007 ആണ്. എൻ്റെ കൂടെ കളിക്കുന്നവരൊക്കെ ഒന്ന് കളിക്കാൻ വാ പ്ലീസ്. അപ്പോൾ നമ്മുടെ സ്ട്രൈപ്സ് നോക്കാട്ടോ. നമ്മ വെള്ളയും അവർ നീലയും, അതാണുള്ളത്. അന്ന് ഫ്രണ്ട് മാച്ചിൽ കളിക്കാൻ പോയപ്പോൾ ഇത് കുറേ ഉണ്ടായിരുന്നു, സ്റ്റേഡിയത്തിൻ്റെ മാറ്റങ്ങൾ. നമുക്കിപ്പോൾ കളിക്കാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടീം. ഇനി നമ്മൾ ഒരു ദിവസം റൊണാൾഡോനെയും നെയ്മറിനെ വെക്കും ഗൈസ് ഈ ടീമിൽ. കുഴപ്പമില്ല, പോയതോട്ടെ. അപ്പോൾ നമുക്ക് മാച്ച് കളിക്കാതെ വണ്ടി ഇതാണ് മറ്റേ വാമിങ്. അപ്പോൾ നമ്മുടെ മാച്ച് തുടങ്ങാറായി ഗൈസ്. ഒലിവർ ജിറൂഡ്, റോഡ്രി. അയ്യോ, പ്ലെയർ പിടിച്ച്. കിട്ടി. നമുക്ക് ഗോളടിക്കാം. പിടിച്ചു. ഞാൻ ചില നേരം സ്ലൈഡ് അടിക്കും ബോൾ കിട്ടാൻ വേണ്ടി. അടാ പോലെ ഇട് എടുക്ക്. കിട്ടി. നമുക്ക് അങ്കര വെച്ച് കളിക്കാട്ടോ. അങ്കര സോന്. ആരെങ്കിലും ഒന്ന് വാടയില്ല. അടി പൊളി. അങ്ങനെ നമ്മൾ സോന് അടിച്ചിട്ടാ, സോൺ ഹ്യൂമിങ്. അപ്പോൾ നമുക്ക് അടുത്ത കളിക്കാം. അപ്പോൾ ജിറൂടെ ഓടുണ്ട് ഗൈസ്. കിട്ടി. ഹ്യൂമിന് പിടിച്ചിട്ടാ. പോ ഗോൾ. നമുക്ക് കോയിൻസ് കിട്ടിയിട്ടാ. അപ്പോൾ ജിറൂഡ് ഗോൾ അടിച്ചേ. ഇവരെ തല്ലിരിക്കാൻ പോലത്തെ സെലിബ്രേഷനാണ് ഗൈസ്. ഡ്യുവോ. അപ്പോൾ ഗോൾ അടിച്ചേ.
ഓഫ് എന്ത് പാസ്സാണ് ആ പ്ലെയർ കൊടുത്തേനെ അല്ലേ ഗൈസ്. അയ്യേ നമ്മ പാസ് കൊടുത്തു, പക്ഷേ ഡിഫൻഡർ ഈ കാലം കൊണ്ട് ഇത് സേവ് ആക്കി ഗൈസ്. അപ്പോൾ ബോൾ കിട്ടി. അപ്പോൾ സോങ് ഹ്യൂമിന് പിടിച്ചു. നമ്മ നേരത്തെ അടിച്ച പോലെ അടിക്കാം. ഒരാ ജസ്റ്റ് മിസ്. പക്ഷെ നല്ല പാസ് കേട്ടോ അത്. ഗോളിൻ്റെ കുഴപ്പമില്ല, പക്ഷേ പാസും ഇത് പൊളിയാന്നല്ലോ. അപ്പോൾ ബോളെടുക്കാം. നല്ല ക്ലിയറാണ് കേട്ടോ കൊടുത്തേക്കന്. ബോളെടുത്ത് ആരാ പ്ലെയർ? ഒരു പൊട്ട പ്ലെയറാണ് ഗൈസ്. അയ്യേ നമുക്ക് എടുക്കാം കേട്ടോ, എടുക്കാം. എടുത്ത് റോഡ്രി എടുത്തിട്ടാ. ഇനി നമുക്ക് മറ്റേ പാസ് കൊടുക്കാം. എടാ ഇയാൾ ക്ലിയറൻസ് അല്ലേ. മെസ്സിയുടെ ഗോൾ അടിക്കാം. ജസ്റ്റ് മിസ്. അപ്പോൾ ഓലിവർ ജിറൂഡ് ഇവരെ തന്നെ നിൽക്കണയാണ് ഗൈസ്. ബോൾ പിടിച്ച് അക്കാഞ്ചി എന്നുള്ളൊരു മാഞ്ചസ്റ്റർ പ്ലെയറാണ്. നമുക്ക് നേരത്തെ പാസ് കൊടുത്ത പോലെ കൊടുക്കാം ഗൈസ്. ഇതും അസിസ്റ്റ് പോലെ കൊടുത്തേക്കാണ് പോലി. ഇനി മാൻ ഓഫ് ദ മാച്ച് ആവും ഇനി ജിറൂഡ് ചിലപ്പോൾ. അപ്പോൾ നമുക്ക് 3 ഗോളാണ് കിട്ടിയേക്കണ്. ഫൗളാണ്. നോക്കിക്കോ, കണ്ടോ? രണ്ടുപേരെയും തല മുട്ടിയിട്ട് വീരന്, അതാണ് ഫൗള്. രണ്ടുപേർക്കും യെല്ലോ കാർഡ് കൊടുത്തൂടെ? അത് കൊടുക്കൂല ഗൈസ്. അങ്ങനത്തെ ബ്ലൈൻഡ്നെസ് ആയ റെഫറിയാ. അപ്പോൾ ആൻഡ്രൂ റോബർട്ട്സൺ അങ്കരമെസ്സി കളിക്കാണ് ഗൈസ്. അവൻ എങ്ങനെയാ കളിക്കാൻ അറിയാം. പൊളി അടി പൊളി ഗൈസ്. അങ്ങനെ റൈറ്റ് ബാക്കുള്ള പ്ലെയറായ ആൻഡ്രൂ റോബർട്ട്സൺ അസിസ്റ്റ് കൊടുത്തിരിക്കുന്നു ജിറൂദിനെ. അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഇനി നമുക്ക് 7-8 ഗോൾ അടിക്കണം ഗൈസ്. കമാവിങ്ക കൊടുത്ത് റോഡ്രി എടുക്കാനല്ലോ. തോന്ന സംശയം. അപ്പോൾ കമാവിങ്ക പിടിച്ച് പോ അങ്കര മെസ്സി കളി അല്ലെങ്കിൽ മെസ്സി കൊടു പോലി. അതന്നെ അടി പോലി നല്ല ഗോള്. മോനെ എന്തൊക്കെയോ കാണിക്കാനല്ലോ. ഡാൻസ് കളിക്കാൻ, അല്ലെങ്കിൽ കാർ ഓടിക്കണം. എന്തോ ഡാൻസ് കളിക്കാൻ കേട്ടോ ഗൈസ്. ഡെക്ലാൻ റൈസ് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. തലയും കുത്തി മറിയുന്നു. എന്നാൽ ഈ ഗോളേ വിശ്വസിക്കാൻ പറ്റില്ല. പൊളി ഗോള്. ജസ്റ്റ് ബെല്ലടിച്ചല്ല, ഇത് ഹാഫ് ടൈം ആയേ. അപ്പോൾ അവർക്ക് 44 പൊസഷൻസ്, നമുക്ക് 56% പൊസഷൻസ്. അപ്പോൾ നമ്മ മറ്റേ സൈഡാണല്ലേ. അപ്പോൾ നമുക്ക് ഡെക്ലാൻ റൈസ് എടുത്തിട്ടുണ്ട്. ഡെക്ലാൻ റൈസ് അടിക്കോ ഇല്ലയോ എന്നറിയില്ല. ഗോളടിച്ച് ഡെക്ലാൻ റൈസ് ഗോളടിച്ച് ഗൈസ്. ഇവർ ക്യാമറ എടുത്ത് എന്തൊക്കെയോ പാട്ട് പാടണു. ജിറൂഡ് എന്താണ് കാലക്കണക്കി കളിക്കുന്ന ഡാൻസ് പോലി. അപ്പോൾ എന്താണ് 6 ഗോളാണ് നമുക്ക്
അവർക്ക് ഇപ്പോഴും ഒറ്റയാണ്. നമുക്ക് ഒരു കളിയിൽ എന്താണ് പ്രൊഫഷണൽ മോഡ് കളിക്കണം. എനിക്ക് ഒരു ദിവസം പ്രൊഫഷണൽ മോഡിൽ പൊട്ടിയിട്ടുണ്ട് ഗൈസ്. ഓ പൊളി. പിടിച്ച് ഗൈസ്. എന്ത് കഷ്ടമാണിത്. നമുക്ക് ബോളെടുത്തിട്ട് കാര്യമുള്ളൂ ഗൈസ്. പോയി കിട്ടി. മറ്റേ ടൈപ്പ് പാസ്. പൊളി. അടിച്ച്. അപ്പോൾ ജിറൂഡ് ഈ കളിയിലെ മാൻ ഓഫ് ദ മാച്ച് ആവും ഗൈസ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബോളെടുക്കാൻ വരുന്നില്ലല്ലോ. നല്ല ക്ലിയർ. ബോളെടുക്കാൻ പൊളി. കച്ചറ സാധനം. സ്ലൈഡരി. പൊളി. ഓഫ് സൈഡ്. എങ്ങനെയാണ് നോക്കാം ഓഫ് സൈഡ് ആയാലും. കയ്യേക്കോ. തലയും കയ്യും. അപ്പോൾ എന്താണ് പിടിക്ക്. ഓഫ്. പോയി. ബോൾ കിട്ടിയാൽ മതി. സ്ലൈഡ് അടിച്ച്. അപ്പോൾ ബോൾ കിട്ടി ഗൈസ്. ഇനി ഗോൾ അടിച്ചാൽ മതി ഗൈസ്. പോ. സോൺ പാസ്. ജസ്റ്റ്. എന്ത് കഷ്ടമാണിത്. ഞാനത് ഗോൾ അടിക്കുന്നു. സ്ലൈഡ് അടിച്ച്. ഇനി 23 പെട്ടെന്ന് അടിച്ചാൽ മതി. 8ാമത്തെ ഗോൾ അടിച്ചാൽ മതി പെട്ടെന്ന്. ബോൾ കിട്ടി ഡെക്ലാൻ റൈസിന്. അക്കഞ്ചി. മെസ്സി. പോ. പൊളി. അടിക്ക്. യെസ്. അങ്ങനെ ജിറൂഡ് മാൻ ഓഫ് ദ മാച്ച് ആയി ഗൈസ്. മാൻ ഓഫ് ദ മാച്ച് ആയി. അപ്പോൾ നമ്മൾ സ്കിപ്പാക്കി. ഇനി ഒരു ഗോൾ അടിച്ചാൽ നിർത്താം. മീൻസ് കളി ഒരു ഗോളും കൂടി അടിച്ചാൽ സമാധാനം. പെട്ടെന്ന് അങ്കര റോഡ്രി ആക്ക്. പോ. ഗോള്. പൊളി. റോഡ്രി ഈ ഡിബറ്റിൽ ഗോൾ അടിച്ചു ഗൈസ്. അപ്പോൾ 9 ഗോളായി ഗൈസ്. 10 അടിക്കാൻ പറ്റുമെന്ന് അറിയില്ല ഗൈസ്. അപ്പോൾ എടുക്ക്. പൊളി. ഇങ്ങനെ അങ്കര മെസ്സിയായിട്ട് പൊക്കോ. പൊളി. ഷീൻസാണ്. 86 മിനിറ്റ്. അത് സീനെത്താ ഗൈസ്. ജസ്റ്റ് ഗോളടിക്കാൻ പറ്റൂല. അതെന്നെ കിട്ടി. നമ്മ 10 അടിച്ച ഗൈസ്. പൊളി. മോനെ ജിറൂഡ് പൊളീസാണ്. ഡിബറ്റി തന്നെ മാൻ ഓഫ് ദ മാച്ച് അടിച്ചല്ലോ. പൊളിയാണ് ജിറൂഡ്. വെറുതെ എനിക്ക് ഇറങ്ങനെയാണ് ഡിഫൻഡേഴ്സ് നമ്മളെ പൊട്ടനാക്കാൻ വേണ്ടി. പോ. അതിന് 5 മിനിറ്റും കൂടി 5 മിനിറ്റ് മീൻസ് 5 സെക്കൻഡ്. പോ. അതുകൊണ്ട് അടിച്ചാൽ ജിറൂഡിന് ഇല്ല. പോയി. ഇനി ഒരു സെക്കൻഡ് പോലും എത്താം. 1 സെക്കൻഡ് പറഞ്ഞാൽ 1 മിനിറ്റ്. അപ്പോൾ നമ്മൾ കോർണർ അടിക്കാൻ പോകുന്നതാണ് ഗൈസ്. ഇതെല്ലാം പറഞ്ഞത് തന്നെയാണ് ഗൈസ്. എങ്ങനെ കോർണർ കിക്ക് അടിക്കണ്ടേനല്ലോ. അപ്പോൾ നമ്മൾ കോർണർ കിക്ക് അടിക്കാൻ പോകുന്നത് ഗൈസ്. പൊളി. അടി. കറക്റ്റായിട്ട് മാച്ച് കഴിഞ്ഞു.
കണ്ട ഞാൻ പറഞ്ഞില്ലേ മാൻ ഓഫ് ദ മാച്ചോ ആണ് ഗൈസ്. അപ്പോൾ കളി കഴിഞ്ഞ് ഇവർ 10-8 തോറ്റിരിക്കുന്നു. അവളുടെ 45 പൊസഷൻസും നമ്മുടെ 55 പൊസഷൻസും. അപ്പോൾ ഇത് കൂടെ ഉണ്ട് എക്സ്പീരിയൻസ് പോയിന്റ്. നമുക്ക് ഡിയോഗോ ഡാലോട്ടിനെ കിട്ടിയിട്ടാ. നമുക്ക് സബ് വെക്കാനേ പറ്റുമല്ലോ ആ പ്ലെയറിന്. ഒബ്ജക്റ്റീവ്സിൽ തിരങ്കാനുള്ള അതിൽ സാധനം കിട്ടുന്നുണ്ടോ. ഇനി നമുക്ക് ഒന്ന് വെറുതെ എക്സ്പ്ലോർ ചെയ്യാം. വെറുതെ നമുക്ക് ഡിയോഗോ ഡാലോട്ട് കിട്ടി. അപ്പോൾ ഷോപ്പിൽ നോക്കിയത് ഒന്നുമില്ല ഗൈസ്. അപ്പോൾ ഡിയോഗോ ഡാലോട്ട് എടുത്ത് ഗൈസ്. അപ്പോൾ നമുക്ക് അയാൾ RMF ആണ്, റൈറ്റ് മിഡ് ഫോർവേഡ്. അപ്പോൾ നമുക്ക് കോൺട്രാക്റ്റ് വല്ലതും കിട്ടോ ഇല്ലയോ എന്നറിയില്ല. നോക്കാം ഗൈസ്, കിട്ടോ ഇല്ലയോ. ഇന്ത്യൻ പ്ലെയറാണ് കേട്ടോ. നമുക്ക് നോക്കാം ഏത് പൊട്ട പ്ലെയറാണോ കിട്ടണേ നോക്കാം. ഏതാ 77 റൈറ്റ് വിങ് ഫോർവേഡ് ആണ്. അയ്യോ ഒന്ന് കാണിക്കി. ലലസാല ഏതൊരു പ്ലെയർ, മുംബൈയിലെ പ്ലെയർ. അപ്പോൾ നമുക്ക് ടീമിൽ കുറച്ച് അപ്ഗ്രേഡ് വെക്കാം. ഇതൊന്ന് സബ് വെക്കാൻ പറ്റുമെന്നോ അറിയില്ല. സബ് വെക്കാം. അത് പോരാ ഗൈസ്, അത് വേണ്ട. നമുക്ക് സബ് വെക്കാം. അപ്പോൾ നമുക്ക് 93 ആയേ. 95 94. അപ്പോൾ 2495 കളക്റ്റീവ് സ്ട്രെങ്ത്. ഇനി ഇയാളെ വെച്ചാൽ നമുക്ക് 25. കറക്റ്റായിട്ട് കിട്ടും. ഈ 2507 കളക്റ്റീവ് സ്ട്രെങ്ത്. ഇനി നമുക്ക് ട്രെയിൻ ചെയ്താൽ നമുക്ക് 2600 ഒക്കെ ആവും ചിലപ്പോൾ, മേ ബി. അപ്പോൾ നമുക്ക് എല്ലാ പ്ലെയറിനെയും ചെയ്യാം ഗൈസ്. പക്ഷെ ഇതെന്താ വരാത്ത? അയ്യോ ഇതൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ ഗൈസ്. ഇതില്ല മറ്റേ സാധനം. നമുക്ക് സെൻറ്റർ ഫോർവേഡ് മതി. സെക്കൻഡ് സ്ട്രൈക്കർ വേണ്ട. നമുക്ക് ഏതെങ്കിലും ഒരു പ്ലെയറിനെ പറഞ്ഞല്ലോ. കമാവിങ്കനെ കിട്ടി ട്രെയിൻ ചെയ്യാൻ. നമുക്ക് ഏരിയയിലാക്കാം. ഏരിയയിലോ ഉണ്ടാവുള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് മെസ്സിയുടെ എന്താണ് പ്ലെയർ സ്കിൽസ് എടുക്കാം. ഡബിൾ ടച്ച്, ലോങ് റേഞ്ച് കളർ എടുക്കണം. ഈ ലോങ് റേഞ്ച് ഷൂട്ടിങ് നമുക്ക് എടുക്കാൻ പറ്റൂലായിരിക്കും ഗൈസ്. എടുക്കാൻ പറ്റൂല. ഇന്ത്യനാണ് ഗൈസ് ഇത്. ഇനി ആരെയാ ഉള്ളു? പ്ലെയർ പ്രോഗ്രഷനിൽ ഒന്നുമില്ല. ഇനി റൈസിന് വല്ലതും ഉണ്ടോ? റൈസ് ഉണ്ട്. ഈ റോദ്രി എന്തിട്ടാ? അയ്യോ മാറിപ്പോയി സാധനം. റോഡ് എടുത്തിട്ട് ലെവൽ ട്രെയിനിങ് എടുക്കാം. അയ്യോ അതില്ലേ. അപ്പോൾ ഇത്രയാവാൻ ആയില്ല. അലക്സാണ്ടർ എന്തിട്ടാ? അലക്സാണ്ടർ ഇല്ലേ. 2 പ്ലെയറാണ് ഇല്ലാത്തത്.
ഇതിലൊന്നുമില്ല. ചിലപ്പോൾ ഈ എക്സ്പീരിയൻസ് പോയിന്റ് കിട്ടിയിട്ടുണ്ടാവില്ല, അതായിരിക്കും ഗൈസ്. ഓ എന്താണ് ഇനി എൻ്റെ അക്കൗണ്ട് നോക്കാം ഗൈസ്. എൻ്റെ അക്കൗണ്ട് ഞാനിനി കുറച്ച് ഫ്രണ്ട്സിനെ വിളിക്കും. നിങ്ങളുടെ കമൻറ്റിൽ എന്താണ് നിങ്ങളുടെ ഈ ഫുട്ബോളിൻ്റെ പേര് കാണിച്ചാൽ ഞാൻ നിങ്ങളുടെ ഫ്രണ്ടാക്കി ഇടാം. പിന്നെ അതേ ഇതാണ് എൻ്റെ അക്കൗണ്ട്. ഞാൻ ഇതൊന്ന് സെറ്റാക്കി വെക്കാനാണ് ഗൈസ്. അന്ന് നേരത്തെ എൻ്റെ കസിൻ ചേട്ടൻ്റെ അവിടെ പോയപ്പോൾ കസിൻ ചേട്ടന് മെസ്സി അല്ലാണ്ട് ഗ്യാരൻ ബേലിനെ കിട്ടി ഗൈസ്. നമുക്കിതൊന്ന് സ്ഥാനം പോലെ ആക്കാം. ജനറൽ സ്ലോട്ട് 1-3 മറ്റേ ജനറലും സെക്കൻഡ് വെക്കാം. സെക്കൻഡ് സ്ലോട്ടിൽ വെക്കാം. പിന്നെ സ്റ്റാർട്ട് ഓഫ് ഈ ഫുട്ബോൾ സ്ലോട്ട് 1 വെക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ അക്കൗണ്ട് ഗൈസ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് പ്ലെയർ ജിറൂദാണ്. ഇനി എംബാപ്പനെ റൊണാൾഡോനെ ഇട്ട് ഞാൻ വെക്കുന്നുണ്ട് പ്ലെയറെ. ഗൈസ് ഇതാണ് എൻ്റെ അക്കൗണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ ബെൽ ബട്ടൺ എല്ലാവരും നല്ലോണം നെക്കണം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.